ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം നമുക്കൊക്കെ സുപരിചിതമാണ്. വചനം ഇങ്ങനെയാണ്: കർത്താവേ, മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് പ്രത്യേകമായി നമ്മുടെ വിശുദ്ധ കുർബാനയിലൊക്കെ പിതാവിന് വേണ്ടി ഓർക്കുകയും രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നമ്മൾ സോഷ്യൽ മീഡിയാസിലും പല പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും കണ്ടു പിതാവിന് വേണ്ടി നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുമ്പോൾ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ ഒരു രഹസ്യം അഭിമന്യ പിതാവിന് വേണ്ടി, ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമായി നിറവേറ്റപ്പെടാൻ, സൗഖ്യത്തിൻ്റെ കരങ്ങൾ മാർപ്പാപ്പയിലേക്ക് ദൈവം ഒരുക്കാൻ, ആ മേഖലകളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിനും നേഴ്സസിനൊക്കെ ദൈവാത്മാവിൻ്റെ വലിയ കൃപകൾ കൊണ്ട് ഒരുക്കാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യാത്രയിലാണോ, നമ്മുടെ ജപമാലയിൽ ഒരു ജപമാല മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വീടുകളിലാണോ, സാധ്യമെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. ഇനി ഒന്നും നമുക്ക് സാധിക്കുന്നില്ല, ഈ കാണുന്ന നേരത്തോ ഓർക്കുന്ന നേരത്തോ ഒരു ജപമാലയെങ്കിലും ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വൈദികരും അവരുടെ സോഷ്യൽ മീഡിയാസിലൂടെ പ്രാർത്ഥനയോടെയൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു ജപമാലയെങ്കിലും ചൊല്ലാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും പിതാവിന് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയുമെങ്കിലും ഈ സമയങ്ങളിൽ നമുക്ക് ചൊല്ലാം. നമ്മുടെ പ്രാർത്ഥനകൾ ലോകമെമ്പാടുമുള്ള എല്ലാവരോടും ചേർന്ന് പിതാവിന് വേണ്ടി ദൈവതിരുസന്നിധിയിൽ നമുക്ക് കരങ്ങൾ കൂപ്പാം. മുട്ടുകൾ മടക്കിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന വ്യക്തിപരമായ പ്രാർത്ഥനയിലും ജപമാല പ്രാർത്ഥനയിലും അഭിമന്യ ഫ്രാൻസിസ് പിതാവിനെയും ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി നമ്മുടെ വീടുകളിലെയും ആശുപത്രികളുമുള്ള രോഗികളെയും സൗഖ്യാനുഭവത്തിൻ്റെ കരങ്ങൾ നീട്ടി ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.